ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈതോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേണേഴ്സ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ചാനൽ അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ലേണേഴ്സ് ചോദ്യാവലി നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ആവശ്യമുള്ളവരൊക്കെ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എംഡി ലീഡ്സ് എന്ന ആപ്പിൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ലേണേഴ്സ് ചോദ്യാവലിയിൽ 19 ലെവൽ വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ 20ാമത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലേണേഴ്സ് ചോദ്യാവലിയിൽ 20ാമത്തെ ലെവൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇരുപതാമത്തെ ലെവലിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് എൻഫോഴ്സ്മെൻറ്റ് ഏർപ്പെടുത്തിയ മോട്ടോർ വാഹന ഭേദഗതി നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 2019, ഓപ്ഷൻ ബി 2018, ഓപ്ഷൻ സി 2017, ഓപ്ഷൻ ഡി 2020. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 2019. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങൾ അനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സിലബസ് പറഞ്ഞിരിക്കുന്നത് ഏത് ചട്ടത്തിലാണ്? ഓപ്ഷൻ എ ചട്ടം 11, ഓപ്ഷൻ ബി ചട്ടം 21, ഓപ്ഷൻ സി ചട്ടം 31, ഓപ്ഷൻ ഡി ചട്ടം 41. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ചട്ടം 31. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ എ ഡ്രൈവിംഗ് വീൽ ലോക്ക് ആകുന്നത് തടയുന്നതിന് വേണ്ടി, ഓപ്ഷൻ ബി ബ്രേക്കിംഗ് സിസ്റ്റത്തിനുള്ളിൽ ഈർപ്പം അടിഞ്ഞുകൂടുന്നത് തടയുക, ഓപ്ഷൻ സി ബ്രേക്കിങ്ങിൽ വാഹനത്തിൻ്റെ വീലുകൾ ലോക്ക് ആകുന്നത് തടയുകയും ടയറുകൾ തെന്നിമാറുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയും. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രേക്കിങ്ങിൽ വാഹനത്തിൻ്റെ വീലുകൾ ലോക്ക് ആകുന്നത് തടയുകയും ടയറുകൾ തെന്നിമാറുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയും. നാലാമത്തെ ക്വസ്റ്റ്യൻ: എന്താണ് ബ്രേക്ക് പാഡ്? ഓപ്ഷൻ എ അന്തരീക്ഷത്തിലെ വായുമർദ്ദം കുറയൽ, ഓപ്ഷൻ ബി സുഗമമായ ബ്രേക്കിംഗ് പുരോഗതി, ഓപ്ഷൻ സി ബ്രേക്കിംഗ് ഫലപ്രാപ്തി കുറയൽ, ഓപ്ഷൻ ഡി ടയറുകളുടെ സ്കിഡിംഗ് കുറയ്ക്കൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രേക്കിംഗ് ഫലപ്രാപ്തി കുറയൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് എന്നാൽ എന്ത്? ഓപ്ഷൻ എ വാഹനത്തിന് ഒരു സർക്കിൾ തിരിയുന്നതിനു വേണ്ടി സ്റ്റിയറിംഗ് വീലിൻ്റെ തിരിവുകളുടെ എണ്ണം, ഓപ്ഷൻ ബി ഒരു കോർണർ തിരിയുന്നതിന് വേണ്ടി വാഹനം തിരിയുന്നത്, ഓപ്ഷൻ സി ഒരു വാഹനം വട്ടം തിരിയാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ കുറഞ്ഞ ദൂരം, ഓപ്ഷൻ ഡി ഇടത്തു നിന്ന് വലത്തോട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ തിരിവുകളുടെ എണ്ണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഒരു വാഹനം വട്ടം തിരിയാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ കുറഞ്ഞ ദൂരം. ആറാമത്തെ ക്വസ്റ്റ്യൻ: പെട്രോൾ പമ്പ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: വിവരദായക ട്രാഫിക് ഇൻഫർമേറ്ററി ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇരു സൈഡിലും പാർക്ക് ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: മോട്ടോർ സൈക്കിളുകൾക്കും സ്കൂട്ടറുകൾക്കുമുള്ള പാർക്കിംഗ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്.
10ാമത്തെ ക്വസ്റ്റ്യൻ, ഓട്ടോറിക്ഷ പാർക്കിംഗ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, റെസ്റ്റോറൻറ്റ് ഭക്ഷണസ്ഥലം സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, പബ്ലിക് ടെലിഫോൺ സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ലൈറ്റ് റിഫ്രഷ്മെൻറ്റ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, റെസ്റ്റിംഗ് പ്ലേസ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാരിയേജ് വേ എന്നാൽ എന്താണ്? ഓപ്ഷൻ എ വാഹന ഗതാഗതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന റോഡിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഭാഗങ്ങളോ. ഓപ്ഷൻ ബി മീഡിയൻ ഉൾപ്പെടെ മുഴുവൻ റോഡും. ഓപ്ഷൻ സി റോഡിൻ്റെ ഒരു ഭാഗം കാൽനട പാത കൂടി ഉൾപ്പെടുന്നതാണ്. ഓപ്ഷൻ ഡി സ്റ്റേജ് ഗ്യാരേജുകൾക്ക് മാത്രമായുള്ള പാത. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. വാഹന ഗതാഗതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന റോഡിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഭാഗങ്ങളോ ആണ് ഗ്യാരേജ് വേ എന്ന് പറയുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, നിർമ്മാണ മേഖല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതോ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോ ആയ റോഡിൻ്റെ ഒരു ഭാഗം. ഓപ്ഷൻ ബി പുതിയ റോഡ് നിർമ്മിക്കുന്ന സ്ഥലം. ഓപ്ഷൻ സി വാഹന ഗതാഗതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന റോഡിൻ്റെ ഭാഗം. ഓപ്ഷൻ ഡി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതോ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോ ആയ റോഡിൻ്റെ ഒരു ഭാഗം. അതിൽ ജോലിസ്ഥലം മാത്രം ഉൾപ്പെട്ടേക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതോ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോ ആയ റോഡിൻ്റെ ഒരു ഭാഗം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ലോഞ്ചിറ്റ്യൂഡിനൽ മാർക്കിംഗ് എന്നാൽ എന്താണ്? ഓപ്ഷൻ എ ക്യാരേജ് വേയിലെ ട്രാഫിക്കിൻ്റെ ചലനത്തിൻ്റെ ദിശയിൽ നൽകിയിട്ടുള്ള റോഡ് അടയാളങ്ങൾ. ഓപ്ഷൻ ബി ക്യാരേജ് വേയിലെ ട്രാഫിക്കിൻ്റെ ചലനത്തിന് കുറുകെ നൽകിയിട്ടുള്ള റോഡ് അടയാളപ്പെടുത്തൽ. ഓപ്ഷൻ സി ജംഗ്ഷനിൽ നൽകിയിട്ടുള്ള റോഡ് അടയാളങ്ങൾ. ഓപ്ഷൻ ഡി ജംഗ്ഷന് സമീപമുള്ള റോഡ് അടയാളങ്ങൾ. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്യാരേജ് വേയിലെ ട്രാഫിക്കിൻ്റെ ചലനത്തിൻ്റെ ദിശയിൽ നൽകിയിട്ടുള്ള റോഡ് അടയാളങ്ങൾ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വാഹനം വ്യക്തികളെയോ ചരക്കോ അല്ലെങ്കിൽ ലഗേജോ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഒഴികെ മറ്റേതെങ്കിലും ആവശ്യത്തിന് നിശ്ചലാവസ്ഥയിൽ കാത്തുകിടക്കുന്നതും 3 മിനിറ്റിൽ കൂടുതൽ സമയം നിർത്തിയിടുന്നതിനും ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ സ്റ്റോപ്പിംഗ്. ഓപ്ഷൻ ബി വെയിറ്റിംഗ്. ഓപ്ഷൻ സി പാർക്കിംഗ്. ഓപ്ഷൻ ഡി സജ്ജീകരിച്ചിരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പാർക്കിംഗ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, റൈഡർ എന്നാൽ? ഓപ്ഷൻ എ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർ അല്ലാത്ത യാത്രക്കാർ. ഓപ്ഷൻ ബി ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഡ്രൈവർ. ഓപ്ഷൻ സി മോട്ടോർ സൈക്കിളിൽ ഡ്രൈവർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ. ഓപ്ഷൻ ഡി ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർ അല്ലാത്ത യാത്രക്കാർ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും റോഡ് ഉപയോക്താവിനേക്കാൾ റോഡിൽ ഉള്ള മുൻഗണനയെ ഡാഷ് എന്ന് പറയാം. ഓപ്ഷൻ എ VIP വാഹനം. ഓപ്ഷൻ ബി റൈറ്റ് ഓഫ് വേ. ഓപ്ഷൻ സി ആംബുലൻസ് മാത്രം.
ഓപ്ഷൻ ഡി ആംബുലൻസും ഫയർ ട്രക്കും മാത്രം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റൈറ്റ് ഓഫ് വേ. ഇതോടുകൂടി ലേണേഴ്സ് ചോദ്യാവലിയിലെ ലെവൽ 20 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ലെവൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.